എടി ചക്കി, ഇനിയിപ്പൊ എങ്ങനെ നീ ഈസിയാക്കി ഉടുപ്പിട്ടോണ്ട് വരണത്? എന്തരിയോ എന്ത് എനിക്ക് അറിഞ്ഞൂടാടാ. എനിക്ക് കുഴപ്പമില്ലടി, എനിക്ക് ഭരണിക്കെടുത്ത മഞ്ഞയില് പച്ച കളറുള്ള ഷർട്ടും അതിന്റെ പാന്റും ഉണ്ട്. നിന്റെ കാര്യമാണ് കഷ്ടം. എവിടെ പോയിട്ടുണ്ട് നിങ്ങള്? നമ്മള് താണ്ട് രാധയമ്മേനെ വീട്ടിൽ പോയടാ ചക്കിക്ക് ഈസിയാക്കി ഇടാനായിട്ടുള്ള ഉടുപ്പ് തച്ചേരോന്ന് ചോദിക്കാൻ. പക്ഷെ രാധയമ്മ പനിയായിട്ട് കിടക്കണ്. ഓ ചക്കര ചേച്ചിന്റെ ഉടുപ്പാണ്, എനിക്ക് ഭയങ്കര വലുത്, ചെറുതാക്കി തരോന്ന് ചോദിക്കാൻ പോയാണ്. ഞാൻ എന്തരിടോ എന്തോ. അപ്പൊ ചക്കര ചേച്ചിയുടെ ഉടുപ്പാണ് നീ ഇടണത്. നീ വിഷമിക്കണ്ടടി, നമ്മളെ വീട്ടിലെ സൂചി നൂലുണ്ട്, ഇപ്പൊ നമുക്ക് തയ്ക്കാം. താണ്ടേടാ മണിക്കുട്ട, ഇത്രയും വലുതാണ്. അയ്യോ, ഇത്രയും വലുതാ? ഇത് തയ്ക്കാതെ നിനക്ക് ഇടാക്കൂലടി ചക്കി. അതിന് സാരമില്ല, നമ്മക്ക് തയ്ക്കാം. കണക്കിന് വിടിയടാ. ഒത്തുകൂടി നിന്നെ ഊര്. ഇല്ല ഇല്ല, ഇനി 2 മണിക്കൂട്ടെ എവിടെ തയ്ക്കട്ടെ. പിടിച്ചു പിടിച്ചാക്കി. ഇനി ഇട്ടോ കടിച്ചാക്കി കണക്കി. ഞാൻ എടുത്താണ് നിന്റെ അടുത്ത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ ചക്കര ചേച്ചിനെ ഇടണ്ട, നിന്റെ പുതിയ കുരുത്തോല പാവട ഇട്ടാ മതിയെന്ന്. അപ്പൊ നിനക്ക് വേറെ കുരുത്തോല പാവടയൊക്കെ ഉണ്ടായിരുന്നാ? ഓ, നമുക്ക് വേറെ ഉണ്ടായിരുന്നിട്ടും ചക്കര ചേച്ചിയുടെ നീല ചുരിദാർ കണ്ടപ്പോ അവൾ അതേ ഇടോളൂ. എന്നാ നിന്റെ ചുരിദാർ ഞാൻ പോണ്ടുന്നില്ലടാ. ഞാനും പറഞ്ഞു, നീ നിന്റെ വേണമെങ്കിൽ ഇട്ടാ മതി. തന്ന പേപ്പർ നിങ്ങൾ ഒപ്പിട്ടോണ്ട് വന്നാ? അയ്യോ, ഞാൻ ഒപ്പിട്ടില്ല. നീ ഒപ്പിട്ടാണോ? ഞാൻ അതിന് വീട്ടിൽ പോലും അത് കാണിച്ചില്ല. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് തടിയിട്ടു. അയ്യോ, ഇനിയിപ്പോ എന്തേലും പേപ്പർ എടുത്ത് ഒപ്പിട്ടല്ല. അതിന് നിനക്ക് നിന്റെ അച്ഛനെ ഒപ്പിടാൻ അറിയാമോ? ഓ, എന്റെ അച്ഛൻ മലയാളത്തിലാണ് ഒപ്പിടുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. എനിക്ക് എന്റെ അമ്മേനെ ഒപ്പിടാൻ അറിയാം. എങ്കിൽ നീ പേപ്പർ എടുത്ത് ഞാനിടാ. നീ എവിടെ ഒപ്പിടണേ? എന്റെ അമ്മയെ കൂട്ടശരത്തിലാണ് ഒപ്പിടുന്നത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാക്കറ മുക്കറ വരച്ചു വെച്ചാൽ മതി. അപ്പൊ ശരിയാവും. ഇടതേ കൈ കൊണ്ടിരുമ്പോ കറക്റ്റ് ആവും. നിങ്ങൾ ഈ കള്ളൊപ്പിടുന്ന ടീച്ചറെ കണ്ടുപിടിക്കൂലേ? ടീച്ചറൊന്നും കണ്ടുപിടിക്കൂല. നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലോ. ഒപ്പിട്ടോണ്ട് വന്ന പേപ്പറുകൾ എല്ലാരും എടുത്താണ് നോക്കട്ടെ. 50-ൽ 11.5 മാർക്ക് മേടിച്ചിട്ട് നിന്റെ അച്ഛൻ നിനക്ക് ഒപ്പിട്ട് തന്നാടാ? ഓ, ഒപ്പിട്ട് തന്നിട്ട് അച്ഛൻ പറഞ്ഞു മോനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മളെ വീട്ടിൽ മേടിച്ചെന്ന്. നല്ല പഠിത്തം. അവിടെ ഇരി, നിന്റെ പേപ്പർ ചക്കിയ പേപ്പർ എടു. 50-ൽ 0 മേടിച്ചിട്ട് നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഒപ്പിട്ട് തന്നായി. ഓ ടീച്ചർ, എന്റെ അച്ഛൻ പറഞ്ഞ് നല്ലോണം പഠിക്കണേ മക്കളെന്ന്. എന്നിട്ട് അച്ഛൻ ഒപ്പിട്ട് തന്ന്. നല്ല പഠിക്കണ മക്കളെ ഇല്ല. ചക്കീര അച്ഛന്റെ പേര് വാസന്തി എന്നാണ്. ടീച്ചറെ, എന്റെ അമ്മേനെ പേരാണ് വാസന്തി. ഞാൻ ഒപ്പിട്ടമ്മ മാറിപ്പോയി. ഓ, അപ്പൊ നീയാണ് ഇവർക്ക് കള്ള ഒപ്പിട്ട് കൊടുത്തതല്ലേ? നിന്റെ പേപ്പർ എങ്ങനെയാണ്? നിന്റെ അച്ഛന്റെ പേര് വാസന്തി എന്നും നിന്റെ അമ്മയുടെ പേര് ദിനേശൻ എന്നും അല്ലേ? അത് ടീച്ചറെ, ഒപ്പിടാൻ നേരത്തെ ഇവനാണ് പേപ്പർ മാറ്റി എടുത്തത്. ഞാൻ ശ്രദ്ധിച്ചില്ല ടീച്ചറെ. നമ്മൾ ഒപ്പിടൂല. അടിക്കല്ലേ ടീച്ചറെ? ഉള്ള കള്ളത്തിന് അത്രയും കാണിച്ചിട്ട് രണ്ടുപേരോട് നിന്ന് കഴിയണം. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇപ്പൊ എച്ചമ്മിന്റെ റൂമിൽ കൊണ്ടുപോകും. അച്ഛമ്മിന്റെ റൂമിൽ കൊണ്ടുപോകാൻ ടീച്ചറെ. ഇനി എവിടെ ഒപ്പിട്ടാലും ഞാൻ കള്ളൊപ്പിടൂല ടീച്ചറെ. ഞാൻ അച്ഛനെ കൊണ്ടുപോയി ഒപ്പിട്ടോണ്ട് വരാൻ ടീച്ചറെ. നീ രണ്ടുപിടിച്ച ഞാൻ അടിച്ചിടുമേ. കിലോ അരി, 250 പഞ്ചാര, ഒരു തീപ്പെട്ടി, ഒരു വിളക്കിത്തിരി, ഒരു ഉപ്പ്. എടാ ദുണ്ടു, നീയൊക്കെ എന്റെ കൂടെ കടയിൽ പോകാൻ കൂട്ടുവരോടാ? ഞാൻ വരണ്ടില്ലേ, എനിക്ക് ഈ കളി ജയിക്കണം. ഇന്നാള് ഞാൻ വിളിച്ചപ്പോ നീ വന്നില്ലല്ലേ, നീ ഒറ്റയ്ക്ക് പോയാ മതി. ഇരുതി പാറു. ചെക്കിന്റെ പൊക്കോട്ടുണ്ട് വരണില്ലെന്ന്. നീ എന്തായിരിക്കോ? എന്റെ അമ്മ 25 രൂപ എന്നിട്ട് പറയാൻ സാധനം വാങ്ങിച്ചിട്ട് ബാക്കി വരണ പൈസക്ക് മക്കള് മുട്ടായി അയച്ചത്. നിനക്ക് മുട്ടായി വേണമെങ്കിൽ എന്റെ കൂടെ കടയിൽ പോകാൻ കൂട്ടുവരണം, അല്ലെങ്കിൽ ഞാൻ പോണേ. അയ്യോ ചക്കിനി ഒറ്റയ്ക്ക് പോകില്ലേടി, അവിടെ പിള്ളേർപ്പിടിപ്പുകാരുണ്ട്. ഞാൻ നിനക്ക് കൂട്ടുകാരന്റെ എനിക്ക് മുട്ടായി മേടിച്ചാൽ മതി. നീ ഒറ്റയ്ക്ക് കളിച്ചോടി പാറു. അയ്യടാ, നീയല്ലേ അവളോടെ പോകൂലെന്ന് പറഞ്ഞത്. ഞാൻ ചക്കിനി കൂട്ടുനോക്കിയോളാം. അത് കുഴപ്പമില്ല, നിന്റെ സഞ്ചി വെച്ചാൽ ഞാനും വരാം. എടി ചക്കി സഞ്ചി ഞാൻ വെച്ചോളാം. എനിക്ക് നാരങ്ങ മുട്ടായി മതി. എനിക്ക് കമ്പ് മുട്ടായി മതി. എങ്ങനെ തിരിച്ചു വരുമ്പോ നീ സഞ്ചി വെക്കണം. ഓ, ഞാൻ വെച്ചോളാം. മാമാ, കടയിൽ ആളുണ്ടാ? എന്തേലും വേണം? ചക്കി പറഞ്ഞോട്ടെ സാധനങ്ങള്. 1 കിലോ അരി, 250 പഞ്ചാര, ഒരു വിളക്കിത്തിരി, ഒരു തീപ്പെട്ടി, ഒരു ഉറുപ്പ്. എന്നാ മാമാ സഞ്ചി? ബാക്കി പൈസക്ക് മുട്ടായിയുടെ 2 കമ്പ് മുട്ടായും 1 നാരങ്ങ മുട്ടായി. എന്നാ അയ്യോ ചക്കി, നിന്നെ കൊണ്ട് വെച്ചേക്കാക്കൂല, ഞാൻ വെച്ചേക്കാം. സാധനം എല്ലാം കൂടെ 27 രൂപ കേട്ടോ. അപ്പൊ എന്റെ കമ്പൂട്ടായ എന്റെ ആകെ 25 രൂപയുള്ളൂ. മാമ, അമ്മ എനിക്ക് 25 രൂപ തന്നോളൂ. ബാക്കി 2 രൂപ നാളെ മറക്കാതെ കൊണ്ടുവരണം.
പാറാളിച്ചായിരുന്നു. ഞാൻ തന്നെ ജയിച്ചനെ. എന്നാടി ചക്കി എന്റെ കൈ അഴക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഞാൻ തന്നെ വെച്ചേക്കാം. എടി ചക്കി, നീ ഇന്ന് നേരത്തെ വന്ന, നിന്നെ കാത്തു നിന്നാണ് ഞാൻ താമസിച്ചത്. നീ പറയാ അപ്പൂയ അടുക്കളില്ല നോക്ക്. ചക്കി, നീ ഇന്ന് വെള്ളം കൊണ്ടുവന്നാ എനിക്ക് കൊടുത്താടി. എനിക്ക് ചുമയാണ്ട് ചുമേന്റെ മരുന്നൊഴിച്ച വെള്ളമാണ്. നിങ്ങൾക്കാർക്കും കുടിച്ചോളൂ, ഞാൻ തരൂല. അയ്യോ എടി ചക്കി, എനിക്ക് ഭയങ്കര ചുമ. നീ ആ മരുന്നൊഴിച്ച വെള്ളം എനിക്ക് കൂടെ തന്നാണ്. അയ്യോ അതേടാ, ഞാൻ വാണ്ട് ഉറിഞ്ചു കുടിച്ചായിരുന്നു, നിനക്ക് കുടിച്ചൂടാ. അതിന് കുഴപ്പമില്ല, നീ ഇത് താ. ഒരടപ്പേടെ പരോളെ. ഇന്നലെ കല്യാണത്തിൽ പോയപ്പോ കിട്ടിയ നാരങ്ങയാണ്. ഇനി ആരടുത്ത് പറയാതിരുന്ന ഞാൻ നിനക്കൂടെ തന്നെ. അപ്പൊ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 4, 2, 4, 2, 4, 6. അയ്യോ ചക്കി, ഞാൻ എന്റെ പെൻസിലെടുത്ത് വെക്കാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്ത് വെച്ചിട്ട് വരാമേ. വേഗം വരണേ. എന്റെ കല്ല് നീയാണെടുത്ത് മാറ്റിയിട്ടത്. അയ്യോ എപ്പോ? അയ്യോ എന്റെ വെള്ളം ആര് കുടിച്ചു? എന്റെ വെള്ളം ആരാണ് എടുത്ത് കുടിച്ചത്? എടി എനിക്ക് തരണമെന്ന് പറഞ്ഞല്ലേ നീ മൊത്തം കുടിച്ചു തീർത്തത്. ഞാനല്ലേ, എനിക്കറിയാം. നീ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോ നോക്കി ചെന്ന് കുടിച്ചു. ഞാൻ കളിക്കാനല്ലേ പോയത്. അപ്പൊ ഇതാണ് നീ എന്റെ പെൻസിലിന്റെ മോന കടിച്ചടിച്ചല്ലേടാ. പോടാ, നീ എന്റെ പെൻസിലിന്റെ മോന അടിക്കുകയും ചെയ്ത് നീ എന്നെ അടിക്കുകയും ചെയ്ത്. ചീ, ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും മിണ്ടൂല. ഞാൻ ഇനി ചത്താലും നിന്റെ അടുത്ത് മിണ്ടൂലടാ. ചീ 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 കട്ടച്ചി. എന്റെ പെൻസിലിന്റെ മോന അടിഞ്ഞ്. എന്താണ് ഡുണ്ടു? എന്താണ് മണിക്കുട്ട? നിങ്ങൾ മിണ്ടൂലേ? ഞാൻ ഇനി ഒരിക്കലും ഈ ഡുണ്ടൂന്റെ അടുത്ത് മിണ്ടൂലടി ചക്കി. നിന്റെ അടുത്ത് മാത്രമേ മിണ്ടുള്ളൂ. ഞാൻ ചത്താലും ഈ മണിക്കുട്ടന്റെ അടുത്ത് മിണ്ടൂലടി. ഞാൻ നിന്റെ അടുത്ത് മാത്രമേ ഇനി മിണ്ടുള്ളൂ. നിങ്ങൾ മിണ്ടൂലേ? നിങ്ങൾ എന്തിനു പിണങ്ങിയ? ആണ്ട നോക്കിയാൽ നീ എന്റെ പെൻസിൽ വേണ്ട. ഈ അഴുക്കച്ചെറുക്ക എഴുതാൻ മേടിച്ചിട്ട് അവൻ കൊണ്ടു എന്റെ മോനെ അടിച്ച്, എന്നിട്ട് അവൻ അടിക്കുകയും കൂടെ ചെയ്ത്. അയ്യോ കൊള്ളാത്തുണ്ടോ? നീ നല്ല വേല എന്നെ കാണിച്ചാ. അപ്പൊ ഇനി എങ്ങനെ എഴുതും? നീ അവന്റെ പെൻസിലിന്റെ മോനെ ഓടിച്ചില്ലേ? ഞാൻ എഴുതിയപ്പോ അറിയാതെ ഒടിഞ്ഞു പോയാണ്. അതിനവൻ എന്നെ കൊറേ അടി അടിച്ച്. അയ്യോ ബെല്ലടിച്ചു. നിങ്ങൾ രണ്ടോരും അപ്പൊ ഇനി ഒരിക്കലും മിണ്ടൂലേ? ഇല്ല മിണ്ടൂല. ഇല്ല ഞാനും മിണ്ടൂല. നീ അവന്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ ഇന്നലെ കൊടുത്ത മുട്ടായി എനിക്ക് തിരിച്ചു തരാൻ. മണിക്കുട്ട, അവ ഇന്നലെ നിനക്ക് എന്ന മുട്ടായി അങ്ങ് തിരിച്ചു കൊടുക്കാൻ. എന്നാലേ ഇന്നലെ കഞ്ഞീരോട് അവൻ കുടിച്ച അച്ചാറിന്റെതാണ്. അത് ഇനി തരാൻ പറ. ഞാൻ നീ തരണ്ട, നീ തരണ്ട. ഡുണ്ടു, മണിക്കുട്ടൻ നമുക്ക് രണ്ടുപേർക്കും ഇന്നലെ അച്ചാർ തന്നില്ലേ? അത് നീ അങ്ങ് തിരിച്ചു കൊടുക്കാൻ. എന്നാലേ 2ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ അവനൊരു കളർ തൂവല് കൊടുത്ത്. അത് ഏതായാലും ഇപ്പൊ ഒരു 10 കുഞ്ഞുങ്ങളെങ്കിലും പ്രസവിച്ചു കാണും. എനിക്കിപ്പൊ 10 കുഞ്ഞുങ്ങളെ ആ തൂവലും വേണം. ഇപ്പൊ വേണം, പെട്ടെന്ന് വേണം. മണിക്കുട്ട, 2ാം ക്ലാസ്സിൽ വെച്ച് ഡുണ്ടു നിനക്കൊരു കളർ തൂവല് തന്നില്ലേ? അതിന്റെ 10 കുഞ്ഞുങ്ങളെ ആ കളർ തൂവലിഞ്ഞ അവൻ ഇപ്പൊ വേണമെന്ന്. എന്നാ എന്റെ അച്ചാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു തരും. നേരത്തെ പക്ഷെ അവൻ അടിച്ചപ്പോഴേ ഒരടി അതുകൊണ്ട് തന്നെ അടിച്ച. എന്നാ ഇത് നീ അവനെ വിട്ടുതരും. നിങ്ങൾക്ക് സാധനം വേണം. വേണ്ടേ? ഇത് മേടിക്കാനുള്ള പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? അതേ ഇന്ന് രാവിലെ പാല് മേടിക്കാൻ പോയപ്പോ കളഞ്ഞു കിട്ടിയാണ്. ഇനി ഞാൻ പോകത്ത് തരാം. മണിക്കുട്ട, വലുതും ചെറുതും ഒന്നും അവർ എല്ലാവർക്കും ഒരേപോലെ പൗക്കണം കേട്ടല്ലോ. ആ തൊലി ഈ താ പൗരി. എനിക്ക് നിനക്ക് മാത്രം എല്ലാവർക്കും ഒരേണക്ക് ഇത് വലുതൊന്നുമല്ല. കൊള്ളാല്ലേ? മധുരം തീർന്നു പറഞ്ഞാൽ എല്ലാരും തുപ്പിക്കളയണേ, ഇല്ലെങ്കിൽ തൊണ്ടയെ കൂടി ഈ ശ്വാസം മുട്ടി നമ്മള് ചാവും. ആരെങ്കിലും മധുരം തീരാറായ ഞാൻ പോയി ദാസപ്പ സാറിനെ വിളിക്കണോ? അയ്യോ ചക്കി മൊത്തം ഇറങ്ങിയേടി. ബബിൾക്ക് തൊണ്ട ഇറങ്ങിയാലേ തൊണ്ടയെക്കുരി ചാവും നീ. ഇത് ചക്കി ശ്വാസമൊക്കെ വലിക്കാൻ പറ്റേ നീ. അയ്യോ ചെറുതായിട്ട് ശ്വാസം മുട്ടണേ. അയ്യോ എടി, നീ ഇവിടെ ഇരുന്ന് മരിച്ച നിന്റെ അമ്മ നിന്നെ അടിക്കൂലേ? അയ്യോ എന്നെ അമ്മ എന്നെ അടിച്ച് കൊല്ലൂന്ന്. നീ പേടിക്കണ്ടേ, ഞാൻ വന്ന് മാമിയുടെ അടുത്ത് പറയാം. മാമി അവൾ അറിയാതെ വിഴിഞ്ഞാണെന്ന് നിന്നെ അടിക്കൂല. അയ്യോ അവൾക്ക് എന്റെ കുടലിൽ ഒട്ടിയെന്നാണ് തോന്നുന്നത്. ശ്വാസം വിടാൻ പറ്റില്ല. ചക്കി, നീ ഇവിടെ കിടന്നോ? ഇവിടെ കിടന്നു. മണിക്കുട്ട, നീയാണ് ഈ ബബിൾക്കം മേടിച്ചോണ്ട് വന്നത്. അവളിപ്പം മരിക്കും. ദാസപ്പ സാർ നിന്നെ തന്നെ പിടിക്കും. ഞാൻ തുപ്പിക്കളയുന്നു.
ഉണ്ടോ തിങ്ങൻ തപ്പിക്കളെ. ഞാനൊന്നുമല്ല, നമ്മളെല്ലാരും കൂടി തന്നെ തിന്നത്. ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? അല്ല ഇപ്പൊ ചെറുതായിട്ട് ശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ മാത്രം തുപ്പിക്കളഞ്ഞപ്പോ നീ പറഞ്ഞിട്ട് ഞാനും തൊപ്പി. ചക്കിയാണ് എല്ലാത്തിനും കാരണം.